എൻ്റെ മനസ്സ്, ഇത്രയും കാലം എൻ്റെ കൂടെയുള്ള മനസ്സ്, ഇതിന് ഭഗവാനെ അനുഭവിക്കാൻ പറ്റും, ഞാൻ വാസ്തവത്തിൽ ഭഗവാനിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ചു നേരം നാമസ്മരണയും മറ്റും ചൊല്ലി ഒരു നേരെ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഭഗവാനെ അനുഭവിക്കുമ്പോൾ ത്രായതോ മഹദേ ഭയാൽ, വലിയ ഭയത്തിൽ നിന്നും മനസ്സിങ്ങനെ മുക്തമായി കൂടെ ഭഗവാനുണ്ടെന്ന ബോധം ക്രമേണ 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 ഉറച്ചുറച്ചുറച്ചുറച്ച് വരും. അതിന് കുറച്ച് എന്ത് വേണം? അഭ്യസിക്കണം. മൗനവ്രതം എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചു നേരം മിണ്ടാതിരിക്കുക മാത്രമല്ല, മിണ്ടാതിരുന്ന് തൻ്റെ മനസ്സിനെ തന്നിലേക്ക് തന്നെ കൊണ്ടുവരണം, ലയിപ്പിക്കണം, എല്ലാ ചിന്തകളും വിട്ട്. അതാണ് ഈ ഭാരത സംസ്കാരം വളരെ എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ ആത്മദർശനം, ഈശദർശനം. എന്താണ് ആത്മദർശനം? ഈശദർശനം എന്നാണ്. ആത്മാവിനെ അനുഭവിച്ചാൽ ആരെ അനുഭവിച്ചു? ഈശ്വരനെ. വളരെ മഹാന്മാരായ ശങ്കരാചാര്യ സ്വാമികൾ പറയും സ്വാനു അനുഭൂതി എന്നാണ്. എന്താണ് സ്വ അനുഭൂതി? അവൻ്റെ ഉള്ളിലുള്ളൊരു അനുഭൂതി, സ്വരൂപ അനുസന്ധാനം. എന്തൊക്കെ വാക്കുകളാണെന്നറിയോ? വളരെ ഗംഭീരമായിട്ട് ആത്മബോധം. എന്തൊക്കെ വാക്കുകളാണ് ശങ്കരാചാര്യ സ്വാമികൾ ഉപയോഗിച്ചത്. ഇപ്രകാരം നമ്മുടെയൊക്കെ മനസ്സ് പരിവർത്തനം വരുത്തിയെടുക്കണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് പറയുന്നു, ഭഗവാനെ എനിക്കിപ്പോൾ അങ്ങയെ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയാണ്? ത്വം വായുരഗ്നി അനിർവ്യതംബുമാത്രാം പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ ധാന്യസ്ത്വതസ്തഭിമനോ വജസാ നിരുക്തം. അവിടുന്ന് വായുവായി, അഗ്നിയായി, ജലമായി, പൃഥ്വിയായി, എല്ലാമായി, സർവം ത്വമേവ, എല്ലാറ്റിലും ആരുണ്ട്? ഭഗവാനുണ്ട് എന്നാണ്. ഈ ഭാരത സംസ്കാരം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവാൻ എന്നത് ആത്മാവുമാണ്, ഭഗവാൻ എന്ന് പറയുന്നത് സർവവുമാണ്. സ്നേഹത്തിന് രൂപമുണ്ടോ? ഉണ്ടോ? സ്നേഹത്തിന് രൂപമുണ്ടോ? ഇല്ല. രൂപമില്ലാത്തൊരു അച്ഛനമ്മമാരുടെ സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടായത്, അല്ലേ? അമ്മയുടെ മനസ്സിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ രൂപം ഗർഭപാത്രത്തിൽ 10 മാസം നിന്നത്. ഒരു പക്ഷേ അമ്മയ്ക്ക് തോന്നുകയാണ് എനിക്ക് കുട്ടി വേണ്ട തോന്നിക്കഴിഞ്ഞാൽ എന്നോ പുറത്താക്കിയില്ലേ? ആണോ അല്ലയോ? അപ്പൊ രൂപമില്ലാത്തൊരു സ്നേഹത്തിൽ നിന്നുണ്ടായി, രൂപമില്ലാത്തൊരു സ്നേഹത്തിൽ നിലനിന്ന് രൂപമില്ലാത്ത ശക്തികളാൽ നിലനിൽക്കുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് എന്ത് രൂപം? ശ്വസിക്കുന്ന വായുവിനെന്ത് രൂപം? സൂര്യൻ്റെ ചൂടിനെന്ത് രൂപം? മനസ്സിനെന്ത് രൂപം? അപ്പൊ രൂപമില്ലാത്ത ശക്തികളാൽ നിലനിൽക്കുന്ന ഒരു രൂപമാണ് ശരീരമെങ്കിൽ രൂപമില്ലാത്തതിൽ നിന്നാണ് രൂപങ്ങളൊക്കെ വരുന്നതെങ്കിൽ രൂപമില്ലാത്തതും രൂപമുള്ളതും എല്ലാം വാസ്തവത്തിൽ ഇതാണ് ഋഷിമാര് പറയുന്നത്. സർവം കല്ലിതം ബ്രഹ്മ ഈശാവാസ്യം ഇതം സർവം വാസുദേവ സർവം. എല്ലാം നാരായണൻ തന്നെ. കാണുന്നതെല്ലാം യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർത്ഥ, യാതൊന്നതൊക്കെ നാരായണ. ഇത് പറയാൻ ഭാരതത്തിനെ പറ്റിയിട്ടില്ല. അതാണ് ഭാരതത്തിൻ്റെ മഹത്വം. നോക്കൂ നിങ്ങൾ, 10,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഇന്ന് എത്ര ശാസ്ത്രജ്ഞന്മാരുടെ മുന്നിലും തെളിയിക്കാൻ പറ്റുന്നതാണ്. ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് പൂർവികന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റുള്ള മതഗ്രന്ഥങ്ങളൊക്കെ മാറ്റി എഴുതി, വ്യാഖ്യാനം മാറ്റിയൊക്കെ എഴുതണം. ഇതിനൊരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. അത്ര പെർഫെക്റ്റ്ലി സയൻറ്റിഫിക്കാണത്. അത് പഠിക്കണം. നമ്മൾ ഹിന്ദുക്കളുണ്ടല്ലോ, കൃഷ്ണനെ ദൈവമായി കാണണം. അതാണ് കഷ്ടം. കൃഷ്ണനെ ഒരു ഗുരുവായി കാണാൻ പഠിക്കണം, തൻ്റെ ഉപാസനമൂർത്തിയായി കാണണം. അല്ലാതെ ചോദിച്ചത് തരുന്ന ഒരു ദൈവമായി കാണുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ആധ്യാത്മികമായി ഉയരല്ല ചെയ്യുന്നത്. കുറേ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കി കുറേ ഭയവും ദുഃഖവുമായി മാനസികമായി തളർന്ന് ജീവിക്കാം. അതാണ് ഭക്തന്മാരൊക്കെ തളർന്നു പോകുന്നത്. അവർ ഈശ്വരനെ അറിയാനല്ല ശ്രമിക്കുന്നത്, അവർ ഈശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് വെച്ച് പോകാനാണ്. അവർ വഴിതെറ്റിപ്പോണു. എന്ത് ചെയ്യാനാണ്? പഠിക്കും.
ഇപ്രകാരം പറഞ്ഞ് ആ പ്രഹ്ലാദൻ സ്തുതി നിർത്തി. ഭഗവാൻ പ്രീതനായി. അതിനുശേഷം ഭഗവാൻ പ്രഹ്ലാദനോട് വരം ചോദിക്കാൻ പറയാണ്. എന്ത് വരമായിരിക്കും പ്രഹ്ലാദൻ ചോദിച്ചിട്ടുണ്ടാവുക? നമ്മളോടൊക്കെ വരം ചോദിക്കൂ എന്ന് പറഞ്ഞാൽ, ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട എന്തെങ്കിലും ചോദിക്കൂ പറഞ്ഞാൽ 100 കാര്യം ചോദിക്കാറുണ്ട്. എന്തായിരിക്കും പ്രഹ്ലാദൻ ചോദിച്ചിട്ടുണ്ടാവുക? ശ്രീമദ് ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രഹ്ലാദൻ്റെ ഒരു സന്ദർഭം, ഭഗവാനുമായിട്ടുള്ളൊരു സന്ദർഭം, ഭഗവാൻ നരസിംഹരൂപത്തിൽ പ്രകടമായി പ്രഹ്ലാദനോട് ചോദിക്കുന്ന ഒരു സന്ദർഭം, അതാണ് നമുക്ക് കാണാനുള്ളത്. ഹേ പ്രഹ്ലാദ, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രീതനായി. നിന്റെ പരമപ്രേമത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം പോലും ലയിച്ചു പോകുന്നു. പ്രഹ്ലാദ, എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളൂ. പ്രഹ്ലാദൻ്റെ മുന്നിൽ വരം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ നരസിംഹരൂപത്തിൽ. നമ്മളൊക്കെ കിട്ടിയ ചാൻസ് മുതലെടുക്കില്ലേ? എന്തൊക്കെ വരങ്ങൾ ചോദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. എന്തൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുണ്ടായിരിക്കും. ഈ 5 വയസ്സുള്ള ബാലൻ ചോദിക്കുന്ന വരം എന്താ അറിയോ? ഒരേ ഒരു വരം. എന്താണത്? ഞാനും അങ്ങയും വേറെയല്ലെന്ന ബോധം ഉണ്ടാവുന്നൊരു വരം വേണമെന്ന്. ഞാനും അങ്ങും വേറെയല്ല എന്നൊരു ബോധം എനിക്കുണ്ടായാൽ മതി. അതിൽ പരം വേറെ വരം വേണ്ട. ഭഗവാൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെയൊരു വരം ആരെങ്കിലും ചോദിക്കുമോ? ഭഗവാനും ഞാനും ഒന്നെന്ന ബോധമുണ്ടാവണമെന്ന്. എന്തൊരു മനോബലമുള്ളൊരു ഫലം, ഒരു ധൈര്യമുള്ളൊരു വരം. ഇതൊക്കെയാണ് നമ്മൾക്ക് ഭാഗവതം കാണിച്ചു തരുന്നത്. നമ്മളും ഭഗവാനും ഒന്നാണെന്ന ബോധമുള്ളൊരു വരം നമ്മൾ മനസ്സിലാക്കി വെക്കൂ. അത് ഋഷീശ്വരന്മാരെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ മനോധൈര്യമുള്ള, മനോബലമുള്ള, മനഃശക്തി തരുന്ന വരങ്ങളൊക്കെ ചോദിക്കാനാണ്. നമ്മളൊക്കെ ചോദിക്കുന്നതുണ്ടല്ലോ, എൻ്റെ മക്കൾക്കായസ്, ഭർത്താവിനായസ്, ഭാര്യയ്ക്കായസ്, അതിനായസ്, ഇതിനായസ്. ഒരു ഈശ്വരന് പോലും ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധ്യമല്ല. കാരണം പ്രകൃതിയുടെ നിയമമാണ് ജനനവും മരണവും. ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമദസ്യജം തസ്മാൽ അപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. ജാതസ്യ ധ്രുവോ മൃത്യു. ജനിച്ചാൽ മരണമാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. ഓരോ നിമിഷവും മനുഷ്യ ശരീരത്തിൻ്റെ സെല്ലുകൾ മരിക്കുന്നു എന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് എഴുതി വെച്ച ഭഗവത്ഗീതയിൽ എഴുതി വെച്ചിരിക്കണോ, ജാതസ്യ ധ്രുവം മൃത്യു. ജനിച്ചിട്ടുണ്ടോ മരണമുണ്ട്. മനസ്സിലാക്കും. ഇവിടെ കിടക്കണോ കൃഷ്ണനൊക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു ജ്ഞാനം മനസ്സിലാക്കും. അസംഭാവ്യമായതൊരിക്കലും സംഭവിപ്പിക്കാൻ ഒരു ഈശ്വരന് പോലും സാധ്യമല്ല. കൂടെയുള്ളവരെന്നും കൂടെ ഉണ്ടാവണം, സാധ്യമല്ലത്. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏക സഹോദരിയാണ് സുഭദ്ര. അഭിമന്യു യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കുമ്പോൾ എന്തേ കൃഷ്ണൻ അങ്ങോട്ട് രക്ഷിക്കായിരുന്നില്ലേ? തൻ്റെ അവതാരം തന്നെ, കൃഷ്ണന്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ. 6 പുത്രന്മാരെ കംസൻ ബലിയാടാക്കി. ആണോ? 8ാമത്തെ പുത്രനായി കൃഷ്ണൻ വരുന്നതിന് 6 പുത്രന്മാരുടെ മരണം അമ്മയ്ക്ക് കാണേണ്ടി വന്നു. ഉണ്ടോ ഇല്ലയോ? ആ കൃഷ്ണനോടാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇതൊന്നും സംഭവിക്കേണ്ടതല്ല. ജീവിതത്തിൽ ചോദിക്കേണ്ടുന്ന വരം ഞാനും ഭഗവാനും ഒന്നാണെന്ന ബോധം മനസ്സിലുണ്ടാവണം. പണ്ടേ കണക്കേ വരുവൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ നമ. ഇതുണ്ടാവണം. അങ്ങനെ ഒരു ബോധത്തിലേക്ക് മനസ്സിനെ ഉയർത്തിയ ഒരു കുട്ടിയാണ് ആര്? പ്രഹ്ലാദൻ. അത്യന്തം പ്രീതനായ ഭഗവാൻ ആ കുട്ടിയോട് പറയുന്നു, ഉണ്ണി, നീയാണ് യഥാർത്ഥ ഭക്തൻ, ജിജ്ഞാസുവും ജ്ഞാനിയുമായ ഭക്തൻ. നിന്നെപ്പോലുള്ള ഭക്തന്മാരാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഭക്തന്മാർക്കുള്ള ഉദാഹരണങ്ങൾ. ഭട്ടതിരിപ്പാട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഹേ പ്രഹ്ലാദ, ഹേ പ്രഹ്ലാദപ്രിയ, ഭഗവാനെ വിളിക്കുകയാണ്. ഈ പ്രഹ്ലാദനുണ്ടല്ലോ, എന്നും ഭക്തന്മാരുടെ മുന്നിൽ ഒരു വലിയൊരു ഉദാഹരണമായി നിൽക്കട്ടെ, അനുകരിക്കേണ്ടുന്ന ഒരു ഭക്തനായി മാറട്ടെ പ്രഹ്ലാദൻ എന്നാണ്. ഈ പ്രഹ്ലാദനെ പോലുള്ള ഭക്തന്മാരെ നോക്കിക്കൊണ്ട് നമ്മൾ വേണം എന്താ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. ഇന്നിപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കണേ, ഞാൻ എൻ്റെ കെട്ടിയോളോ കുട്ടിയോളെ നേരെയാക്കണേ എന്നാണ്.
മനസ്സിലായില്ലേ? വേറെ ആരും നേരെയാക്കണ്ട. ചിലരാണെങ്കിൽ കുറച്ചുകൂടി കടന്ന കയ്യിലാണ് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പ എന്നെ മാത്രം രക്ഷിക്കണേ എന്നാണ്. വേറെ അതും ഗുരുവായൂരിലൊക്കെ പ്രാർത്ഥിക്കുന്നത് രസമാണ്. മറ്റേ ആളുടെ തോളിൽ കൈവച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാ പാപത്തിനെയും കൂടി ഉൾപ്പെടുത്തുക, അതില്ല. നമ്മുടെയൊക്കെ മനസ്സത്തിരി സ്വാർത്ഥത നിറഞ്ഞുപോയി. പണ്ടൊരു കുട്ടി പ്രാർത്ഥിച്ചതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ക്യൂവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കൈത്തൊഴാം കേക്കുമാറാക്കണേ, അല്ലെങ്കിൽ നീ എന്നെ കാക്കുമാറാക്കണേ. അപ്പം ഇത് കേട്ടപ്പോൾ ഒരു മുത്തശ്ശി പറഞ്ഞു, ഉണ്ണി ഇങ്ങനെയല്ലത് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയല്ലത് ചൊല്ലേണ്ടത് ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാക്കണേ, പാവമാമെന്നെ നീ കാക്കുമാറാക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, ഇതൊക്കെ മുത്തശ്ശി നിങ്ങളുടെ പാട്ട്, എൻ്റെ പാട്ട് ഇതല്ല. അപ്പോൾ കുട്ടിക്കായിട്ടൊരു പാട്ടോ? അതെന്താണെന്ന് എൻ്റെ മുത്തശ്ശി, എനിക്ക് ഗുരുവായൂരപ്പനോട് പറയാനുള്ളത് ദൈവമേ കൈത്തൊഴാം കേക്കുമാറാക്കണേ. മുത്തശ്ശി പറഞ്ഞു മനസ്സിലായില്ല എന്താണ്? എൻ്റെ മുത്തശ്ശി എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ് കെ കുമാർ. അപ്പം ദൈവമേ നീ എന്നെ വല്ലതും ആക്കിത്തരികയാണെങ്കിൽ കെ കുമാറാക്കി തന്നാൽ മതി. ഇനി അത് പറ്റില്ലെങ്കിലോ, അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാറെങ്കിലും ആക്കി തന്നാ. മുഴുവനാക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഭക്തിയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ കിടക്കണതേ. ഈ തരത്തിലുള്ള ഭക്തി കൊണ്ടാണ് നമ്മളൊക്കെ മനസ്സുകൊണ്ട് ദുർബലരായി തീർന്നത്. നമുക്ക് ജീവിതത്തെ ധന്യമാക്കണമെങ്കിൽ മനസ്സ് ശക്തിയുള്ളതാവണം. ക്രൂരന്മാരുടെ മനസ്സ് ശക്തിയുണ്ട്, പക്ഷേ കുറ്റബോധം കൊണ്ട് വേട്ടയാടുന്ന മനസ്സാണ്. നമുക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും കൊണ്ടുള്ളൊരു മനസ്സായിരിക്കണം. അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഞാനും ഭഗവാനും ഒന്നാണ്, കൂടെയുള്ള ആളാണ് ഭഗവാൻ. ചോദിക്കുന്നത് തരുന്ന ആളല്ല ഭഗവാൻ, യോജിപ്പിക്കുന്നവനാണ് ഭഗവാൻ. എന്നെയും ഭഗവാനെയും യോജിപ്പിക്കുന്നവൻ, ഒന്നിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഈ ബോധമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കണം. ഇത് പൂർത്തീകരിച്ചൊരു ഭക്തനാണ് ആര്? പ്രഹ്ലാദൻ. അത്യന്തം പ്രീതനായി ഭഗവാൻ, ധന്യനായി. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് പോയി. നോക്കണേ, ഭഗവാൻ നരസിംഹമൂർത്തിക്ക് പോവാൻ മനസ്സുണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. എന്നാൽ ധ്രുവൻ്റെ അടുത്തുനിന്ന് വേഗം പോവുക ചെയ്തത്. ആർക്ക് ആഗ്രഹങ്ങളുണ്ടോ അവരുടെ അടുത്ത് നിന്ന് നമ്മളൊക്കെ പോകും അല്ലേ? എല്ലാവരുടെ ജീവിതവും അങ്ങനെയാണ്. അപ്പം നിങ്ങളോട് ഒരാൾ കുറച്ച് കാശ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണ്ട കേട്ടോ, പിന്നെ സംസാരിക്കാം, പിന്നെ കാണാമെന്ന് പറയില്ലേ? ഇല്ല. നേരെ മറിച്ച് ഒരാഗ്രഹമില്ല, നിങ്ങളെ കാണാൻ വന്നു, നിങ്ങളെ കണ്ടിട്ട് പോവാം, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളോട് വന്ന വർത്തമാനം പറയുമ്പോൾ അവർക്ക് പോവാനേ തോന്നില്ല. അവർ പറയും, എനിക്ക് പോവാനേ തോന്നില്ല, നിങ്ങളുടെ അടുത്തുനിന്ന് പോവാനേ തോന്നില്ല. ഗുരുവായൂരപ്പനെ കണ്ടു എഴുതാൻ നിങ്ങൾ പറയില്ലേ, ഇവിടുന്ന് പോവാനേ തോന്നില്ല. ഇതേപോലെ നമുക്ക് ആഗ്രഹങ്ങളില്ലെങ്കിൽ പോവാൻ തോന്നില്ല. ആഗ്രഹങ്ങളുണ്ടോ അവിടുന്ന് പോവാൻ തോന്നും. അതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാവാൻ പാടുള്ളൂ. എന്താ ആഗ്രഹം? ഭഗവാനും ഞാനും ഒന്നല്ലേ ഭഗവാനെ, നമ്മളെങ്ങനെ വേറെയാവുന്നത്? ഈ ബോധം വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. ഞാൻ ഗുരുവായൂരപ്പ അവിടുത്തെ ഒരു ഭാഗമാണ്, അംശമാണ്. ഇതൊക്കെ ഓർമ്മയിൽ വെക്കണം. ഞാനെന്ന് പറയുന്നത് മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവാൻ പറയണു, സകല ജീവാത്മാക്കളും മമ അംശമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാമായണത്തിലെ വരികൾ ഓർക്കണ്ടായി. എന്താണ്? പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവരികിടോ. രാമായണത്തിൽ ഇങ്ങനെ അനവധി സന്ദർഭങ്ങളുണ്ട്. ശ്രീരാമസ്വാമിയും സീതയും ലക്ഷ്മണനും കൂടെ അവര് ദണ്ഡകാരണ്യ വനത്തിലേക്ക് കടക്കുകയാണ്. അവർ നേരത്തെ താമസിച്ചിരുന്നത്, ഭരതൻ വരുന്നതിന് മുമ്പ് താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? പഞ്ചവടിയല്ല, ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഈ ഭരതൻ വന്നതിന് ശേഷം നാട്ടുകാരറിഞ്ഞല്ലോ ശ്രീരാമസ്വാമി ചിത്രകൂടത്തിലുണ്ടെന്ന്. അപ്പോൾ ശ്രീരാമസ്വാമി നിശ്ചയിച്ചു, ഇനി ചിത്രകൂടത്തിൽ നിന്ന് പോകണം. ലക്ഷ്മണ, നമുക്ക് ദണ്ഡകാരണ്യ വനത്തിൽ അതിസുന്ദരമായൊരു സ്ഥലമുണ്ട്, പഞ്ചവടി എന്ന് പറഞ്ഞിട്ട്. 5 ആലുകളുള്ളൊരു സ്ഥലമാണ് ഈ പഞ്ചവടി.
അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഈ പഞ്ചവടി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കണേ, സൂക്ഷ്മമായി മനസ്സിലാക്കണം. 5 എന്ന് പറഞ്ഞാൽ 5 പഞ്ചഭൂതങ്ങളൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണം. ഏതായാലും അങ്ങോട്ട് പോവാം. അങ്ങനെ ദണ്ഡകാരണ്യ വനത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറയുന്ന ചില വരികളുണ്ട്, വാക്കുകളുണ്ട്. ലക്ഷ്മണാ നീ മുന്നിൽ നടക്കണം, പിന്നാലെ സീതയും അതിൻ പിന്നാലെ ഞാനും, ജീവാത്മാ പരമാത്മാക്കിടയിൽ മായ എന്നതുപോലെ. എന്തൊരു അത്ഭുതം നോക്കൂ. ലക്ഷ്മണനെ വിളിക്കുന്നത് ജീവാത്മാ. ഈ വരികളൊക്കെ രാമായണത്തിലെ വരികളാണ്. ജീവാത്മാ പരമാത്മാക്കിടയിൽ മായ എന്നതുപോലെ. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതമുണ്ടല്ലോ, നമ്മളും ഭഗവാനും. പക്ഷെ ഇന്ന് നമുക്ക് അകൽച്ച തോന്നുന്നത് ഇടയിൽ ആര് കയറിയിരിക്കണോ? മായ കയറിയിരിക്കണോ? മായ എന്ന് പറഞ്ഞാൽ ആരുടെയും ഭാര്യയല്ലോ. അല്ലെങ്കിൽ ചിലർ തെറ്റിദ്ധരിക്കും. ഒരാൾ എയർപോർട്ടിൽ വന്നപ്പോൾ, പൊതുവെ ഈ സർദാർജിമാരെയാണ് പറയാം, അപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഭാര്യയും കൊണ്ട് വന്നിരിക്കുകയാണ് എങ്ങോട്ടോ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കളുണ്ടെങ്കിൽ കളയണം, അതൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. ഇയാൾ എന്ത് ചെയ്തു അറിയാം? ഭാര്യ എടുത്ത് പുറത്തേക്ക് ഇട്ടു. കാരണം ഏറ്റവും കൂടുതൽ സ്ഫോടക വസ്തു ഭാര്യയാണത്രേ. ഇവിടെ ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടല്ലോ പറഞ്ഞത്. അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. ഏതായാലും നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശമാണ്. ഈ ബോധം നമുക്കുണ്ടാവണം. ഞാനൊരു മനുഷ്യനല്ല. നമ്മളെ എല്ലാവരും പഠിപ്പിക്കുന്നത് നിങ്ങൾ മനുഷ്യരാണ്, മനുഷ്യരാണ്. നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ മനുഷ്യരല്ല, നമ്മൾ പരമാത്മാവിൻ്റെ അംശമായ ഒരു ജീവാത്മാവ്. ഒരു കടൽ തിരമാലയോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, തിരമാലയെ നീയൊരു തിരമാലയോട് നീയൊരു തിരമാലയാണോ ചോദിച്ചു കഴിഞ്ഞാൽ തിരമാല പറയും, വാസ്തവത്തിൽ ഞാൻ കടലിൻ്റെ ഒരു അംശമാണ്. നിങ്ങൾ എന്നെ തിരമാല എന്ന് വിളിച്ച് ഉറപ്പിക്കുകയാണ്. ഞാൻ വന്നത് കടലിൽ നിന്നാണ്, കരയിലേക്ക് കയറി നിൽക്കുന്നത് കടലിൽ നിന്നാണ്. ഞാൻ കരയിലേക്ക് കയറി നിൽക്കുമ്പോഴും കടലിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തിരിച്ചു പോവേണ്ടതും കടലിലേക്ക് തന്നെയാണ്. ഇതുപോലെ ഇന്ന് മനുഷ്യദേഹത്തിൽ ഇരിക്കുമ്പോഴും വന്നിരിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ്. നിലനിർത്തുന്നതും പരമാത്മാവാണ്, തിരിച്ചു പോവേണ്ടതും പരമാത്മാവ്. അപ്പം നമ്മൾ മനുഷ്യരാണോ? വാസ്തവത്തിൽ ആണോ? നമ്മളെ മനുഷ്യരെന്ന് ഉറപ്പിക്കുക. ആണോ അല്ല, പെണ്ണുമല്ല. നോ തിര്യം ജം നോ നമൃത്യം നസുരമസുരം നസ്ത്രിയം നപ്പുമംസം നോ ദ്രവ്യം കർമ്മജാതിം ഗുണമപി വാപിതേ രൂപമാഹു ശിഷ്ടം യസ്യാ നിഷേധേ നിഗമശതേ ലക്ഷണാവൃത്തിതസ്ഥൽ കൃഷ്ണേണ വിദ്യമാനം പരമസുഖമയം പാതി തസ്മൈ നമസ്തേ. ആണുമല്ല, പെണ്ണുമല്ല, ഞാൻ ഭഗവാന്റെ അംശമായിരിക്കുന്ന ജീവാത്മാവ്. ശങ്കരാചാര്യസ്വാമികൾ ഒരു പടി കൂടെ കടന്നിട്ട് പറയുന്നു, ഞാൻ ജീവാത്മാവുമല്ല, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതാണ് ആ ഒരു പരമപദത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഈ ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ ആണുമല്ല, പെണ്ണുമല്ല, മനുഷ്യനുമല്ല, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ അംശമാണ്. ഉറപ്പിക്കില്ലേ? നിങ്ങളൊക്കെ ഉറപ്പിക്കില്ലേ? ഇതിനാണ് ഭാഗവതം കേൾക്കുന്നത്. അപ്പം നമുക്കൊരു മനസ്സിന് ധൈര്യം വരും. കൂടെ എപ്പോഴും ഭഗവാനല്ലേ ഉള്ളത്. പിന്നെ ഞാൻ എന്തിന് കരയണം? എന്തിന് ദുഃഖിക്കണം? ആരെ ഓർത്ത് ദുഃഖിക്കണം? എന്തിന്? അതാണ് മനോബലം. ഏതായാലും പ്രഹ്ലാദനത് കിട്ടി. ഭഗവാൻ അനുഗ്രഹിച്ചു പോകുന്നു. ഭഗവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടും അല്ല പോകുന്നത്, പരമാത്മാവ് തന്നെയാണ്. ഭഗവാൻ ഓരോ രൂപത്തിലെടുത്ത് വരുന്നത്, ആ രൂപം മറയണമെന്ന് മാത്രം. ഏതായാലും അതിനുശേഷം പിന്നീട് 7-ാം സ്കന്ധത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ മനസ്സിനെ എങ്ങനെ പരിവർത്തനം ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് നാരദ മഹർഷി ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന സനാതന ധർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പേരാണ് സനാതനധർമ്മം. നോക്കൂ, മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു മതങ്ങൾക്കൊക്കെ മരിച്ച് എങ്ങോട്ടോ പോവലാണ്. നമ്മുടെ ഭാരത ഋഷീശ്വരന്മാർ പറയുന്നു, നമുക്ക് മരിച്ചു പോവാനല്ല ഉള്ളത്, ലയിച്ചു ചേരാനാണുള്ളത്. എന്താണ്? മരിച്ചു പോവാനല്ല നമുക്കുള്ളത്,
ലയിച്ചു ചേരാനാണുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ രണ്ടേ രണ്ട് ലയങ്ങളേ ഉള്ളൂ. പ്രകൃതിയിൽ നിന്ന് വന്നത് പ്രകൃതിയിലേക്കും, പരമാത്മാവിൽ നിന്ന് വന്നത് പരമാത്മാവിലേക്കും, ഭഗവാനിലേക്കും. ഭഗവാൻ പറയുന്നു, പ്രകൃതിയിൽ നിന്ന് വന്ന ശരീരം പ്രകൃതിയിലേക്ക് ലയിക്കണം, എന്നിൽ നിന്ന് വന്നിരിക്കുന്ന മനസ്സ് എന്നിലേക്ക് ലയിക്കണം. ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് മരിച്ചു പോവലില്ല. നമുക്ക് ആ ശബ്ദം മറക്കരുത്. പ്രളയം, അതാണ് വാക്ക്. എന്താണ് പ്രളയം? പ്രളയം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം എന്നല്ല അർത്ഥം. പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ലയം, ലയിക്കലാണ്. എന്താ ലയിക്കുന്നത്? ഏതിൽ നിന്ന് വന്നോ അത് അതിലേക്ക് ലയിക്കാം. നമുക്ക് പുസ്തകം നോക്കി പഠിക്കേണ്ടതില്ല, പുസ്തകം നോക്കി പഠിക്കേണ്ടതില്ല, കണ്ണുകൊണ്ട് നോക്കി പഠിക്കാനേ ഉള്ളൂ. ഒരു മരം വീഴുന്നു, അത് ജീർണിക്കുന്നു, അത് മണ്ണിലേക്ക് ലയിക്കുന്നു. കാരണം അത് മുളച്ചു വന്നിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ഒരു മൃഗം ചാവുന്നു, അതും ചീഞ്ഞളിഞ്ഞോ അല്ലെങ്കിൽ കുഴിച്ചിട്ടാൽ അതും മണ്ണിലേക്ക് ലയിക്കുന്നു. നമ്മുടെ ശരീരവും മണ്ണിലേക്ക് ലയിക്കുന്നു. എങ്കിൽ ഈ ശരീരങ്ങളൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. ആഹാരം കഴിച്ചിട്ടാണ്. അത് നിലനിർത്തുന്നതും ആഹാരമാണ്, തിരിച്ചു പോവേണ്ടതും ആഹാരമാണ്. നമ്മൾ ഇത് കുഴിച്ചിട്ടാലും ഇല്ലെങ്കിലും ഇത് ആഹാരമാണ്, കത്തിച്ചാലും ആഹാരമാണ്. ഇത് കുഴിച്ചിട്ടാൽ വല്ല പുഴുക്കൾക്കും ആഹാരമാണ്. ആണോ? കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞാൽ ആ ചാരം ഒരു ചെടിക്ക് ആഹാരമാണ്. ആണോ? ആണോ അല്ലയോ? ഇവിടെയാ ഇത് പുസ്തകം നോക്കി പഠിക്കണോ? എന്നാൽ ഇത് കാണാൻ നമുക്ക് കണ്ണുണ്ട്. മറ്റൊരു ലയമുണ്ട്. ഏതിൻ്റെ ലയം? മനസ്സിൻ്റെ ലയം, ഈ ജീവാത്മാവിൻ്റെ ലയം. അത് നമുക്ക് താനെ സംഭവിക്കില്ല. അതിന് നമ്മൾ നല്ലവണ്ണം ഒന്ന് പ്രയത്നിക്കേണ്ടതുണ്ട്. അപ്പോഴേ പരമാത്മാവിൽ നിന്ന് വന്ന മനസ്സ് പരമാത്മാവിലേക്ക് ലയിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നാശമല്ല ഉള്ളത്, ഇവിടെ എങ്ങോട്ടോ പോവലല്ല ഉള്ളത് പ്രളയം. ഇതിനെ വിളിക്കുന്ന പേരാണ്, പ്രകൃതിയിൽ സംഭവിക്കുന്ന പ്രളയത്തിൻ്റെ പേരാണ് പ്രാകൃത പ്രളയം. രണ്ടാമത്തെ പ്രളയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബ്രഹ്മപ്രളയം. എന്താണ്? ഭഗവാൻ ഇതിനെ വിളിക്കുന്നത് ബ്രഹ്മനിർവാണം എന്നൊരു വാക്കുപയോഗിക്കും. ഗീതയിലെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ അത് പറയും. ഏഷാ ഭ്രാമീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുക്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ബ്രഹ്മനിർവാണം. ഈ മനസ്സിന് അവസാനം ആരെ അനുഭവിക്കാൻ പറ്റും? ഭഗവാനെ അനുഭവിക്കാൻ പറ്റും. അപ്പം അതിലേക്ക് നമ്മൾ ഉയർത്താൻ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ ഒരു ജീവിത രീതിയാണ് വർണ്ണ ആശ്രമ രീതി. എന്താണ് വർണ്ണ ആശ്രമം? ഇത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ വർണ്ണാശ്രമം എന്ന്. വർണ്ണം എന്ന് പറയുന്നത് കൊണ്ട് ജാതി വ്യവസ്ഥയെന്നും, ആശ്രമം എന്നതുകൊണ്ട് പലതരത്തിലുള്ള ജീവിത രീതികളെന്നും ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടു സമൂഹത്തിൽ. അപ്പോഴാണ് നമ്മുടെ ഈ ജാതി വ്യവസ്ഥയിൽ ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നൊക്കെ ഇവിടെ വന്ന് പ്രശ്നങ്ങളുണ്ടായത്. വാസ്തവത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാർ ഇതൊന്നും എഴുതി വച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടല്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, പലരും തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളൊരു കാര്യമാണ് ഈ ജാതി വ്യവസ്ഥ. ഇന്നും നമ്മുടെ രാജ്യത്തിൽ വളരെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട് വോട്ട് നേടാൻ വേണ്ടി മാത്രം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളെ ഒരു ജാതിയാക്കാൻ ഒരാളെയും സമ്മതിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു ജാതിയിൽപ്പെട്ട ആളല്ല. നിങ്ങൾ പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഭഗവാന്റെ അംശമാണ്. ഈ ബോധം ഉണ്ടാവുക.